നമസ്കാരം, എല്ലാവർക്കും സൈലന്റ് DSCയുടെ യൂട്യൂബ് കറണ്ട് അഫയർ സെക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തത് 10th ലെവലിൽ നടന്ന എക്സാമിന്റെ 1-2 ക്വസ്റ്റ്യൻസ് VS ചോദിച്ചായിരുന്നു. അത് റിലേറ്റ് ചെയ്ത് 1-2 കാര്യങ്ങളായിരുന്നു നമ്മൾ പോയിരുന്നത് അല്ലേ. അതിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ കുറെ പേര് ആൻസർ തന്നായിരുന്നു, സോ താങ്ക് യു. അതിൽ ചോദ്യം ഇതായിരുന്നു അല്ലേ, വിനീഷ് ഫോഗാട്ട് ഏത് മത്സരാർത്ഥിയെ തോൽപ്പിച്ചാണ് ഫൈനലിൽ പ്രവേശിച്ചിരുന്നു എന്നായിരുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ വെയിറ്റ് നോക്കിയപ്പോൾ 100 ഗ്രാം കൂടുതലാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, യോഗ്യതാ റൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. യോഗ്യത നേടിയില്ല, ഫൈനലി യോഗ്യത നേടിയില്ല എന്നുള്ളതാണ് അല്ലേ. ഒരു ക്യൂബ സ്വദേശിയായിരിക്കുന്ന യൂസ്ലെസ് ഗുസ്മാൻ ലോപ്പസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, തോൽപ്പിക്കുന്നത്. ഓർത്ത് വെച്ചോളൂ. പിന്നീട് നമ്മൾ ആ സമയം പറഞ്ഞായിരുന്നു, വിനീഷ് ഫോഗാട്ട് തിരിച്ച് ഗുസ്സയിൽ നിന്ന് രാജിവെക്കുന്നു, തിരിച്ച് നമ്മുടെ MLA ഇലക്ഷനിലോട്ട് അല്ലെ, ഹരിയാനയിലെ MLA ഇലക്ഷനിൽ നിന്ന് ജുലാന എന്ന് പറഞ്ഞ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയാണ്. ഇത് സ്ഥാനാർത്ഥിയായിരിക്കുന്ന യോഗേഷ് കുമാറിനെ തോൽപ്പിക്കുന്നു പറഞ്ഞതായിരുന്നു അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് ആ 10th ലെവൽ എക്സാം നമ്മൾ ചോദിച്ചൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം അല്ലെ. 70ാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാന് നൽകിയിരിക്കുന്ന പേര് എന്നുള്ളതാണ്. നോക്കിയാൽ മതി, 10th ലെവൽ എക്സാമിന് VS ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. കൂടുതൽ ചോദിച്ചിട്ടുള്ളത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത് എന്നുള്ളതാണ് VS ചോദിച്ചിട്ടുള്ളത്. നെഹ്റു ട്രോഫി വള്ളംകളി അറിയാം നമുക്ക്, ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ് നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളി വിശേഷിപ്പിക്കുന്നത് അല്ലെ. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നും ജലത്തിലെ മാമാങ്കം എന്ന് വിശേഷിപ്പിക്കുന്ന ചോദിക്കുകയാണെങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. എന്നാൽ ജലത്തിലെ പൂരം ചോദിക്കുകയാണെങ്കിൽ ഏതാ, ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് ജലത്തിലെ പൂരം എന്ന് അറിയുന്നു. നമുക്ക് ജസ്റ്റ് ആ നെഹ്റു ട്രോഫി ഒന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പൊ 2024 നെഹ്റു ട്രോഫി വള്ളംകളിയായിരുന്നു നടന്നു എന്നുള്ളത് നമുക്കറിയില്ലേ. 2024 നെഹ്റു ട്രോഫി വള്ളംകളിയായിരുന്നു നടന്നിരുന്നത്. 2024 നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുമ്പോൾ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയായിരുന്നു. അതാണ് PSC അങ്ങനെ ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചത്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയായിരുന്നു 2024 നടന്നു. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 2ാമത്തെ ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു എന്നുള്ളതാണ് അല്ലെ. ഓഗസ്റ്റ് മാസം 2ാമത്തെ ശനിയാഴ്ചയായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയല്ല. നമുക്കറിയാം, വയനാട് ജില്ലയിലെ അല്ലെ ഉരുൾപൊട്ടൽ കാരണം പിന്നെ നമ്മൾ ഡേറ്റ് മാറ്റിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തിയിരുന്നു എന്നുള്ളതാണ്. ആരാണ് വിജയി എന്നായിരിക്കും ഇനി ചോദിക്കുകയാണെങ്കിൽ കാരിച്ചാൽ ചുണ്ടനാണ്. നെഹ്റു ട്രോഫി വള്ളംകളി 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരായിരുന്നു, കാരിച്ചാൽ ചുണ്ടനായിരുന്നു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയായിരിക്കുന്നത് കാരിച്ചാൽ ചുണ്ടനായിരുന്നു. പക്ഷേ ആ നെഹ്റു ട്രോഫിയിൽ ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. തുടർച്ചയായിട്ട് ഒരു ക്ലബ്ബ് 5ാമത് കിരീടം നേടുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കാരിച്ചാൽ ചുണ്ടനെ തുഴഞ്ഞിരിക്കുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ 5ാമത്തെ കിരീടം കൂടിയാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ 5ാമത്തെ കിരീടം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മളോട് വേണമെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം, തുഴഞ്ഞത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. അപ്പൊ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, അത് കാരിച്ചാൽ ചുണ്ടനും. തുഴഞ്ഞത് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ 5ാമത്തെ വിജയം കൂടിയാണിത്. ഇനി VS നമ്മളോട് ചോദിച്ചു തരുന്നത് എന്താണ് ഭാഗ്യചിഹ്നം എന്നുള്ളത് അല്ലെ. ഭാഗ്യചിഹ്നം കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലു എന്ന നീലപ്പൊന്മാൻ എന്നുള്ളതായിരുന്നു ഭാഗ്യചിഹ്നം. കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലു എന്ന നീലപ്പൊന്മാനായിരുന്നു ഭാഗ്യചിഹ്നം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഓർക്കുക, പുന്നമട കായൽ അല്ലെ. പഠിച്ചതായിരിക്കും നിങ്ങളിതെല്ലാം, ജോഗ്രഫിയിലൊക്കെ നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായൽ. കായലൊക്കെ പഠിക്കുമ്പോൾ പുന്നമട കായലിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു അല്ലേ. മദർ തെരേസ അച്ചൻകോവിലാറിൽ നടക്കുന്നു. ശ്രീനാരായണ ജയന്തി കുമരത്തും ശ്രീനാരായണ ട്രോഫി കന്നേറ്റ് കായലിൽ നടക്കുന്നു. താഴത്തങ്ങാടി വള്ളംകളി മീനച്ചലാറിൽ നടക്കുന്നു. അയ്യങ്കാളി വള്ളംകളി നമ്മുടെ വെള്ളായണി കായലിൽ നടത്തുന്നു അല്ലെ. ഇന്ദിരാഗാന്ധി ട്രോഫി നമുക്ക് വേമ്പനാട്ട് കായൽ അല്ലെങ്കിൽ കൊച്ചി കായല്. അപ്പൊ നെഹ്റു ട്രോഫി വള്ളംകളിയാണ് PSC കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലാണ്. ഓർത്ത് വെച്ചോളുക, നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമട കായൽ. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 69ാമത് ചോദിക്കുകയാണെങ്കിൽ അത് വീയപുരം ചുണ്ടനാണ്. ഓർത്തു വെച്ചോളേ, വീയപുരം ചുണ്ടൻ. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ വീയപുരം ചുണ്ടനും. എന്തായിരുന്നു 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ചോദിച്ചാൽ അത് കേശു എന്ന ആനയുമായിരുന്നു. 69 കേശു എന്ന ആനയും 70 ചോദിക്കുകയാണെങ്കിൽ നീലു എന്ന നീലപ്പൊന്മാനും കൂടിയായിരുന്നു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പ്രവേശിക്കാം. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആര് എന്നുള്ളതാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആര് എന്നുള്ളതാണ്. നമ്മൾ ക്ലാസ്സിൽ ഇത് പഠിച്ചതും കൂടിയാണ് കോപ്പ അമേരിക്ക അല്ലെ.
2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കളായിരുന്നു ചോദിക്കുകയാണെങ്കിൽ അർജന്റീനയാണ് അല്ലെ. അർജന്റീനയുടെ എന്ന് പറയുന്ന 16ാമത്തെ കിരീടം കൂടിയാണ്. ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടുന്ന ടീം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ്? അർജന്റീന തന്നെയാണ്. ഏറ്റവും കൂടുതൽ തവണ നേടുന്ന ടീം ചോദിക്കുകയാണെങ്കിലും അർജന്റീന തന്നെയാണ്. അപ്പൊ 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ വിജയി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജന്റീനയാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. അർജന്റീന വിജയിച്ചിരിക്കുന്നു. അർജന്റീനയുടെ തുടർച്ചയായിട്ടുള്ള 2ാം തവണയുള്ള വിജയം കൂടിയാണ്. അർജന്റീനയുടെ 2ാം തവണയുള്ള വിജയം കൂടിയാണ്. തുടർച്ചയായിട്ടുള്ള 2ാം തവണയായിരിക്കുന്ന വിജയം കൂടിയാണ് അർജന്റീനയുടെ. പോരാഞ്ഞിട്ട് അർജന്റീനയുടെ പറഞ്ഞു 16ാം കിരീടം കൂടിയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ കോപ്പ അമേരിക്ക നേടിയിരിക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അർജന്റീനയാണ്. അർജന്റീനയുടെ 16ാമത്തെ കിരീടം കൂടിയാണ്. അർജന്റീനയുടെ 16ാമത്തെ കിരീടം കൂടിയായിരുന്നു അല്ലെ. 16 എന്ന് പറഞ്ഞൊരു സംഖ്യ ഞാൻ ഒരിക്കൽ കൂടി ഞാനൊന്ന് പറഞ്ഞിട്ട് പോകുന്നു. PR ശ്രീജേഷിന്റെ ജേഴ്സി നമ്പർ 16 എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ ആ ജേഴ്സി നമ്പർ PR ശ്രീജേഷിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ആദര സൂചകമായിട്ട് എന്ത് ചെയ്യാണ്? അതിന് മറ്റ് കളിക്കാർക്ക് നൽകുന്ന മെയിൻ ടീമിൽ നൽകില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം തന്നെയാണ് PR ശ്രീജേഷിന്റെ അല്ലെ. അദ്ദേഹം നമ്മുടെ ഹോക്കിയിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ്. അപ്പൊ PR ശ്രീജേഷിന്റെ ജേഴ്സി നമ്പർ എന്ത് ചെയ്യുന്നു? 16. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളുക. നമ്മളോട് ചോദിക്കാം. അപ്പൊ അർജന്റീനയുടെ 16ാമത്തെ കിരീടം കൂടിയാണ്. അർജന്റീനയുടെ 16ാം കിരീടം കൂടിയാണ് ഈ കോപ്പ അമേരിക്ക. 2024 നടന്ന കോപ്പ അമേരിക്ക അർജന്റീന ആരെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ കൊളംബിയയെ തോൽപ്പിക്കുന്നു അല്ലെ. കൊളംബിയയെ തോൽപ്പിച്ചുകൊണ്ടാണ്. അപ്പൊ റണ്ണറപ്പ് ആയിരിക്കുന്ന ടീം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? കൊളംബിയയാണ്. അപ്പൊ റണ്ണറപ്പ് ആയിരിക്കുന്ന ടീം ചോദിക്കുകയാണെങ്കിൽ കൊളംബിയയാണ്. കൊളംബിയയെ തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന എന്ത് ചെയ്യുന്നു? കിരീടം നേടുന്നു. വേദി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ്. 2024 കോപ്പ അമേരിക്ക വേദി എവിടെയായിരുന്നു? അമേരിക്കയിൽ ആയിരുന്നു. കോപ്പ അമേരിക്ക വേദി അമേരിക്കയിലായിരുന്നു. അർജന്റീന ജയിക്കുന്നു. അർജന്റീനയുടെ തുടർച്ചയായിട്ടുള്ള 2ാമത്തെ കിരീടം കൂടി കൊടുക്കുകയാണ് അർജന്റീനയ്ക്ക് അല്ലെ. ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ രാജ്യമാണ് അർജന്റീന എന്ന് പറഞ്ഞു. 16ാമത്തെ കിരീടമായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചു റണ്ണറപ്പ് ആരാണ്? കൊളംബിയയാണ് റണ്ണറപ്പ് ആയിരിക്കുന്നത്. കൊളംബിയയെ തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന കിരീടം നേടി എന്നുള്ളതായിരുന്നു വലിയൊരു സത്യം അല്ലേ. അതേപോലെ നമ്മൾ അറിഞ്ഞിരിക്കുക 2024 യുവേഫ യൂറോ കപ്പ് അല്ലെ. കോപ്പ അമേരിക്ക ചോദിച്ചത് കൊണ്ട് നമ്മളോട് ഇനി യുവേഫ യൂറോ കപ്പ് ചോദിക്കൂല എന്നൊന്നും പ്രതീക്ഷിക്കുന്ന ചോദിക്കാം. യുവേഫ യൂറോ കപ്പ് വിജയി ചോദിക്കുകയാണെങ്കിൽ സ്പെയിൻ ആണ് അല്ലെ. സ്പെയിൻ ആണ് 2024 യുവേഫ യൂറോ കപ്പ് വിജയി ചോദിക്കുകയാണെങ്കിൽ സ്പെയിൻ ആണ് അല്ലെ. സ്പെയിൻ ആരെ തോൽപ്പിക്കുന്നു? ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുകൊണ്ട് സ്പെയിൻ എന്ത് ചെയ്യാണ്? വിജയിക്കുകയാണ്. ഇംഗ്ലണ്ടിനെയാണ് സ്പെയിൻ തോൽപ്പിക്കുന്നത്. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുകൊണ്ട് 2024 യുവേഫ യൂറോ കപ്പ് ആര് വിജയിക്കുകയാണ്? സ്പെയിൻ വിജയിക്കുന്നു അല്ലെ. സ്പെയിനിന്റെ 4ാമത്തെ കിരീടമാണ്. സ്പെയിനിന്റെ 4ാമത്തെ കിരീടം കൂടിയാണ്. യുവേഫ യൂറോ കപ്പ് സ്പെയിനാണ്. സ്പെയിന്റെ 4ാമത്തെ കിരീടം കൂടിയാണ്. അപ്പോൾ ഇവിടെയും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഏറ്റവും കൂടുതൽ തവണ യുവേഫ യൂറോ കപ്പ് കിരീടം നേടിയിരിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിലും സ്പെയിൻ തന്നെയാണ് അല്ലേ. 4ാമത്തെ കിരീടമാണ് സ്പെയിനിൻ്റെത്. ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുന്നു. ജർമ്മനിയിൽ വച്ചിട്ടായിരുന്നു 2024 യുവേഫ യൂറോ കപ്പ് നടന്നത്. ജർമ്മനിയിൽ വച്ചിട്ടായിരുന്നു. സ്ഥലം എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ജർമ്മനിയിൽ വച്ചിട്ടായിരുന്നു. വേദി എവിടെയാണ്? ജർമ്മനിയിൽ വച്ചിട്ടായിരുന്നു. അപ്പം കോപ്പ അമേരിക്ക വേദി അറിഞ്ഞിരിക്കുക അമേരിക്കയിൽ. ജയിക്കുന്നു? അർജന്റീന ജയിക്കുന്നു. ആരെ തോൽപ്പിക്കുന്നു? കൊളംബിയ തോൽപ്പിക്കുന്നു. 2024 യുവേഫ യൂറോ കപ്പ് വിജയി ചോദിക്കുകയാണെങ്കിൽ സ്പെയിൻ ആണ്. സ്പെയിൻ ആരെ തോൽപ്പിക്കുന്നു? ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുന്നു. എവിടെയാണ് വേദി? അർജന്റീനയാണ് വേദി. ഒന്ന് ഓർത്തിരിക്കുക, അർജന്റീനയായിരുന്നു വേദി തോൽക്കുന്നത്. വേദി ചോദിക്കുകയാണെങ്കിൽ ജർമ്മനിയായിരുന്നു വേദിയായിരിക്കുന്നത്. എവിടെയാണ്? ജർമ്മനിയാണ് വേദിയായിരിക്കുന്നത്. ആരെ തോൽപ്പിക്കുന്നു? ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുന്നു. റണ്ണറപ്പ് ഇംഗ്ലണ്ടാണ്. ഇനി അറിഞ്ഞിരിക്കുക 2028 യുവേഫ യൂറോ കപ്പ്. 2028 യുവേഫ യൂറോ കപ്പ് അല്ലെ. 2028 ആവുന്ന സമയത്ത് നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. ഓർത്ത് വെച്ചുകൊള്ളുക. 2028 എന്ന് പറയുന്ന ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇരുന്നുണ്ട് ID കാർഡൊക്കെ കഴുത്തിലൊക്കെ തൂക്കി അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു പത്രം എടുത്ത് വെച്ച് വായിക്കുമ്പോഴാണ് 2028 യുവേഫ യൂറോ കപ്പ് നടക്കുന്നു അല്ലെ. 2028 യുവേഫ യൂറോ കപ്പ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കുക ഒരു 4 രാജ്യങ്ങളിലാണ് നടക്കുന്നത്. 4 രാജ്യങ്ങളിലാണ് അല്ലെ. 4 രാജ്യങ്ങളിലാണ്, 4 സ്ഥലങ്ങളിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇംഗ്ലണ്ട് ഉണ്ട്, അയർലാൻഡ് ഉണ്ട്, സ്കോട്ട്ലാൻഡ് ഉണ്ട്, വെയിൽസ് ഉണ്ട് അല്ലെ.
അപ്പോൾ ഇംഗ്ലണ്ട്, അയർലാൻഡ്, സ്കോട്ട്ലാൻഡ്, വെയിൽസ് എന്നീ 4 രാജ്യങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് 2028 യുവേഫ യൂറോ കപ്പ് നടക്കുന്നു എന്നുള്ളതാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. അപ്പോൾ യുവേഫ യൂറോ കപ്പ് വേദി ജർമ്മനിയാണ്. സോ ആരെ തോൽപ്പിക്കുന്നു? സ്പെയിൻ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് വിജയിക്കുകയാണ്. 24 വേദി ജർമ്മനിയായിരുന്നു. ആരെ തോൽപ്പിക്കുന്നു? ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് സ്പെയിൻ വിജയിക്കുന്നു എന്നുള്ളതാണ് യുവേഫ യൂറോ കപ്പ്. ഓക്കെ, അതേപോലെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കുക 2024 നടന്ന നമ്മുടെ T20 ലോകകപ്പ് അല്ലെ. 2024 നടന്ന T20 ലോകകപ്പാണ്. ഒരു കളിയും തോൽക്കാതെ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കളിയും നമ്മുടെ T20 ഒരു കളിയും തോൽക്കാതെ ഇന്ത്യ എന്ത് ചെയ്യാണ്? സോ വിജയിച്ചിരിക്കുകയാണ് അല്ലെ. 2024 നമ്മൾ ഒരു കളിയും തോറ്റില്ല എന്നുള്ളതായിരുന്നു. 2024 ഒരു കളിയും തോൽക്കാതെ നമ്മൾ T20 ലോകകപ്പ്. 2023 നടന്ന ICC അന്താരാഷ്ട്ര വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ നമ്മൾ ആരോട് തോൽക്കുന്നു? ഓസ്ട്രേലിയയോട് തോറ്റ് നമ്മൾ പോയെങ്കിലും 2024 നടന്ന T20 ലോകകപ്പിൽ ആര് വിജയിക്കുന്നു? ഇന്ത്യ വിജയിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. ഫൈനലിൽ നമ്മൾ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച് നമ്മൾ വിജയിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. T20 അറിഞ്ഞിരിക്കുക. T20 എന്നുള്ളത് അപ്പം T20 ഇപ്രാവശ്യം 2024 2 രാജ്യങ്ങളിലാണ് നടന്നു എന്നുള്ളതായിരുന്നു. 2 രാജ്യങ്ങളിലായിരുന്നു T20 നടന്നു എന്നുള്ളതാണ്. അതിലൊന്ന് അമേരിക്ക, മറ്റൊന്ന് വെസ്റ്റ് ഇൻഡീസ് ആണ്. 2 ഓർത്തിരിക്കുക. നമ്മൾ അമേരിക്കയെ സ്കിപ്പ് ചെയ്യരുത്. അമേരിക്ക ക്രിക്കറ്റ് ഒക്കെ കളിക്കാറായി എന്ന് നോക്കരുത്. അതോ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായിരുന്നു. അങ്ങനെ നമ്മൾ കേട്ട ഒരു പദമായിരുന്നു ഡ്രോപ്പ് ഇൻ പിച്ച് എന്ന് പറയുന്നത്. അമേരിക്കയിൽ ഡ്രോപ്പ് ഇൻ പിച്ച് എന്ന് പറയുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് നമുക്കറിയാം, അമേരിക്കയുടെ കായിക വിനോദം എന്ന് പറയുന്നത് ബേസ്ബോൾ ആണ് അല്ലെ. അമേരിക്കയുടെയും ക്യൂബയുടെയും കായിക വിനോദം ബേസ്ബോളാണ്. അപ്പൊ അമേരിക്കയ്ക്ക് അവിടെ ക്രിക്കറ്റിന് പ്രാധാന്യമില്ല എന്നല്ല, ഇപ്പൊ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? ഈ പിച്ച് സെറ്റ് ചെയ്യുന്നത് ഡ്രോപ്പ് ഇൻ പിച്ച് എന്ന ലേബലിലായിരുന്നു. കാര്യം ഓസ്ട്രേലിയയിൽ ഇവർ ഈ ക്രിക്കറ്റ് പിച്ച് നിർമ്മിച്ചതിന് ശേഷം അത് അമേരിക്കയിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുകയാണ്. ഓസ്ട്രേലിയയിൽ പിച്ച് സെറ്റ് ചെയ്യുന്നു, പിച്ച് വളർത്തി അവിടെ പിച്ച് സെറ്റ് ചെയ്തിട്ട് അത് അമേരിക്കയിൽ കൊണ്ടുവരികയാണ്. അതാണ് ഡ്രോപ്പ് ഇൻ പിച്ച്. ഒന്ന് ഓർത്തിരിക്കുക, അത് അമേരിക്കയിലായിരുന്നു ഡ്രോപ്പ് ഇൻ പിച്ച്. ഈ T20 ലോകകപ്പിൽ ഡ്രോപ്പ് ഇൻ പിച്ച് ഏത് രാജ്യത്തായിരുന്നു ചോദിക്കുകയാണെങ്കിൽ അമേരിക്കയിലായിരുന്നു. അപ്പൊ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസിലുമായിരുന്നു എന്ത് ചെയ്യുന്നത്? കളി നടന്നിരുന്നത്. PSC നമ്മളോട് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ICC അല്ലെ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ 2023 എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു എന്ന് ചോദിച്ചപ്പോൾ PSC ചോദിച്ചു 10 രാജ്യങ്ങൾ എന്നതുപോലെ ഇപ്രാവശ്യം നടന്ന T20 ICC T20 ലോകകപ്പിൽ എത്ര രാജ്യങ്ങൾ മത്സരിച്ചു? 20 രാജ്യങ്ങൾ. നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടില്ലേ? T20 20 രാജ്യങ്ങൾ മത്സരിച്ചു എന്നുള്ളതാണ്. 20 രാജ്യങ്ങൾ മത്സരിച്ചു എന്നുള്ളതും അതിൽ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ആതിഥേയം വഹിക്കുന്ന രാജ്യങ്ങളിൽ മിക്കവാറും എന്ത് ചെയ്യും? ആദ്യ കളി നടക്കും എന്നുള്ളതാണ്. ആതിഥേയം വഹിക്കുന്ന രാജ്യങ്ങളായിരുന്നു ആദ്യ കളി നടക്കുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ട് നടത്തണമെന്നില്ല. ഓർക്കുക, അങ്ങനെ പൂർണ്ണമായിട്ട് നടത്തണമെന്നില്ല. സോ 13ാമത് നമ്മുടെ പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് നടന്നത് ഇന്ത്യയിലായിരുന്നു അല്ലെ. പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ വെച്ചായിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആതിഥേയം വഹിക്കുന്ന രാജ്യം അത് കളിക്കണമെന്നില്ല. കാര്യം ഇന്ത്യയിൽ ആദ്യ കളി നടത്തിയത് അവിടെ ന്യൂസിലാൻഡും ഇംഗ്ലണ്ടുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ പരാമർശിച്ചത് കേട്ടോ. അപ്പൊ ഇവിടെ ആദ്യ മത്സരം USA കാനഡയായിരുന്നു. അമേരിക്കയും കാനഡയും തമ്മിൽ ആദ്യ മത്സരം നടക്കുന്നു. കാര്യം അമേരിക്കയിൽ വെച്ച് കളി നടക്കുകയാണ്. നമ്മളോടൊരു ചോദ്യം പ്രതീക്ഷിക്കാം. 2024 നടന്ന T20 ലോകകപ്പിന്റെ പ്രഥമ മത്സരത്തിൽ വിജയിച്ച രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അമേരിക്കയാണ്. നോട്ട് സ്കിപ്പ് ചെയ്യരുത്. അമേരിക്ക കാനഡയെ തോപ്പിച്ച് അമേരിക്ക വിജയിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്ക കാനഡയെ തോപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ വിജയി അമേരിക്കയും കൂടിയാണ്. ആരാണ് വിജയി? അമേരിക്കയാണ്. വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. ഇനി എന്താണ് അറിഞ്ഞിരിക്കുക? ഈ T20 ലോകകപ്പ് കിരീടം ആർക്ക് കിട്ടി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആർക്ക് കിട്ടി? അത് ഇന്ത്യക്കാണ് കിട്ടിയത്. ആദ്യ കളിയാണ് അമേരിക്ക വിജയിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. ഈ ലോകകപ്പ് നമുക്കാണ് കിട്ടിയിരിക്കുന്നതെന്ന് മറക്കരുത്. നമ്മൾ ഫൈനലിൽ ആരെ തോൽപ്പിക്കുന്നു? ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിക്കുന്നു അല്ലേ. കളി നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോയി എന്ന് നമ്മൾ വിചാരിച്ചിരുന്നൊരു സമയമായിരുന്നു. ഇത് തന്നെയായിരുന്നു ഏത് സമയം അല്ലെ. കളി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് വിചാരിക്കുന്ന ഒരു സമയത്തായിരുന്നു നമ്മൾ കളി തിരിച്ചു കൊണ്ടുവരുന്നത്. സോ എക്സാമോ അങ്ങനെയാണ്. നമ്മളെ കയ്യിൽ നിന്ന് പോയി എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കരുത്. സോ അത് വീണ്ടും നമ്മൾ തിരിച്ചു വരേണ്ടതാണ്. സോ അങ്ങനെയാണ്. ഒന്ന് തെറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അത് പൂർണ്ണമായിട്ട് ഇനിയെല്ലാം എന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് ചിന്തിച്ച് നമ്മുടെ എക്സാം ഹാളിൽ ഇരിക്കരുത്. ഓക്കെ. സോ ഫൈനലിൽ നമ്മൾ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിക്കുന്നു. 7 റൺസിന്റെ വിജയം കൂടിയായിരുന്നു. 7 റൺസിന്റെ വിജയമായിരുന്നു. ഫൈനലിൽ 7 റൺസിന്റെ വിജയമായിരുന്നു. T20 ലോകകപ്പില്
7 റൺസിന്റെ വിജയമായിരുന്നു. നമ്മൾ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് നമ്മൾ എത്ര റൺസിന്റെ വിജയമായിരുന്നു? 7 റൺസിന്റെ വിജയം കൂടിയായിരുന്നു. ഇന്ത്യ വിജയിച്ചു. ഒന്ന് ഓർത്ത് വെച്ചോളുക. ഇന്ത്യയുടെ രണ്ടാമത്തെ T20 കിരീടമായിരുന്നു അല്ലേ. നമ്മള് 2007 നമ്മൾ നേടിയായിരുന്നു T20 അല്ലേ. 2007 നമ്മൾ T20 നേടിയായിരുന്നു. ഓക്കെ, സോ അറിഞ്ഞിരിക്കുക. ശേഷം ഫൈനലിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയം വെസ്റ്റ് ഇൻഡീസിലായിരുന്നു. വെസ്റ്റ് ഇൻഡീസിലായിരുന്നു എന്ത് ചെയ്യുന്നത്? സോ ഫൈനൽ നടത്തിയത് വെസ്റ്റ് ഇൻഡീസിലായിരുന്നു. വെസ്റ്റ് ഇൻഡീസിൽ ഫൈനൽ നടത്തി. നമ്മൾ വിജയിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ 2024 T20 ലോകകപ്പിൽ മത്സരിക്കാത്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ സെമി ഫൈനലിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് എന്ന ഒരു ചോദ്യം വരാം. ഇല്ല എങ്കിൽ T20 ലോകകപ്പിൽ സെമി ഫൈനലിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെ എന്ന് ചോദിക്കാം അല്ലെ. PSCക്ക് 4 ഓപ്ഷൻ ഉണ്ട്. 4 രാജ്യങ്ങൾ സെമി ഫൈനലിൽ വരണം. നമുക്കറിയാം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഫൈനൽ കളിച്ചു എന്നുള്ളത്. അപ്പൊ അവർ സെമി ഫൈനലിൽ ഉണ്ടായിരുന്നു. ഓർക്കുക, ഇംഗ്ലണ്ടും അഫ്ഗാനിസ്ഥാനും ഓർക്കുക. അറിയേണ്ടത് പിന്നെ ഇംഗ്ലണ്ടും അഫ്ഗാനിസ്ഥാനുമാണ് അല്ലേ. ഇംഗ്ലണ്ടും അഫ്ഗാനിസ്ഥാനെ നമുക്കിനി അങ്ങനെ പെട്ടെന്നൊന്നും ക്രിക്കറ്റിലൊന്നും നമുക്ക് എഴുതി തള്ളാൻ കളയത്തില്ല. അവരെല്ലാം പല കപ്പുകളും നേടി വരികയാണ്. അപ്പോൾ ഇംഗ്ലണ്ട്, അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, സൗത്ത് ആഫ്രിക്കയുണ്ട്, ഇന്ത്യ ഉണ്ടായിരുന്നു T20 ലോകകപ്പിൽ. T20 ലോകകപ്പ് ക്രിക്കറ്റ് കണ്ടവർക്ക് അറിയാം. അതുവരെ കളിക്കാതിരുന്ന വിരാട് കോഹ്ലി അന്ന് മാൻ ഓഫ് ദ മാച്ചായി. അല്ലെ, വിരാട് കോഹ്ലി അന്ന് ഏകദേശം 50+ റൺ അടിച്ചു എന്നുള്ളതായിരുന്നു വലിയൊരു സത്യം. അന്ന് വിരാട് കോഹ്ലിയാണ് മാൻ ഓഫ് ദ മാച്ച് ആയിരിക്കുന്നത്. വിരാട് കോഹ്ലിയാണ്. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിരിക്കുന്നത് ജസ്പ്രീത് ബുംറയാണ് അല്ലെ. ഇന്ത്യൻ താരമായിരിക്കുന്ന ജസ്പ്രീത് ബുംറയാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിരിക്കുന്നത് അല്ലെ. 17ാമത്തെ ഓവറാണെന്ന് തോന്നുന്നല്ലേ. പുള്ളി നമുക്ക് തിരിച്ച് കളി കൊണ്ടുവരികയാണ്. ഇനി അറിഞ്ഞിരിക്കുക, ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയിരിക്കുന്ന 2 താരങ്ങളിലൊന്ന് അർഷ്ദീപ് സിംഗ് ഇന്ത്യൻ താരം, മറ്റൊന്ന് അഫ്ഗാൻ താരമായിരിക്കുന്ന ഫസൽ ഹഖ് ഫറൂഖിയാണ്. ടൂർണമെന്റിൽ T20 ലോകകപ്പാണ്. കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അർഷ്ദീപ് സിംഗ് ആണ്. ഓർത്ത് വെച്ചോളുക, ഇന്ത്യൻ താരം. അതോടൊപ്പം അഫ്ഗാൻ താരമായിരിക്കുന്ന ഫസൽ ഹഖ് ഫറൂഖിയും വിക്കറ്റ് നേടിയിരിക്കുന്നു. ഈ T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുന്ന താരം അഫ്ഗാൻ താരമായിരിക്കുന്ന റഹ്മാനുള്ള ഗുർബാസ് ആണ്. നമുക്ക് അഫ്ഗാനെ ഞാൻ പറഞ്ഞു ചുമ്മാ നമുക്ക് ഇനി എഴുതി കളയാൻ പറ്റത്തില്ല. അവരും നല്ല ക്രിക്കറ്റിൽ നല്ല ഒരു സ്ഥാനം പിടിച്ചു വരികയാണ്. റഹ്മാനുള്ള ഗുർബാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുന്നത്. റഹ്മാനുള്ള ഗുർബാസ് ഏത് രാജ്യത്തിൻ്റെതാണ്? അഫ്ഗാൻ സ്വദേശിയാണ്. ഒന്ന് ഓർത്ത് വെച്ചോളുക. എവിടെയും ഒരു മലയാളി സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ T20 ലോകകപ്പിലും മലയാളി സാന്നിധ്യം വന്ന് ഇന്ത്യൻ ടീമിന്റെ മലയാളി സാന്നിധ്യമായിരുന്നു സഞ്ജു സാംസൺ അല്ലേ. സഞ്ജു സാംസൺ നമുക്ക് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം സഞ്ജു സാംസൺ ഉണ്ടാക്കി നമുക്ക് തന്നിട്ടുണ്ടല്ലേ. സഞ്ജു സാംസൺ ഒരു അന്താരാഷ്ട്ര T20 കലണ്ടർ വർഷത്തിൽ അല്ലെ T20 3 സെഞ്ചുറികൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം കൂടിയാണ്. 3 സെഞ്ചുറികൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം, ആദ്യ മലയാളി താരം ചോദിക്കുകയാണെങ്കിലും ആര് തന്നെയാണ്? അത് സഞ്ജു സാംസൺ ആണ്. അന്താരാഷ്ട്ര T20 ഒരു കലണ്ടർ വർഷത്തിൽ 3 സെഞ്ചുറികൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം കൂടിയാണ് സഞ്ജു സാംസൺ എന്ന് പറയുന്നത്. ചോദ്യം, സഞ്ജു സാംസൺ തന്റെ T20 ക്രിക്കറ്റിലെ ആദ്യ സെഞ്ചുറി നേടിയിരിക്കുന്നത് ഏത് രാജ്യത്തിനെതിരെയാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ശ്രദ്ധിക്കുക, ആദ്യ സെഞ്ചുറി നേടിയത് ഏത് രാജ്യത്തിനെതിരെ എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പൊ ഇന്ത്യൻ സാന്നിധ്യം ആരായിരുന്നു? അവിടെ സഞ്ജു സാംസൺ ആയിരുന്നു. നമുക്ക് ഇന്ത്യൻ സാന്നിധ്യം അറിഞ്ഞിരിക്കുക. ഇനി നടക്കാൻ പോകുന്ന T20 വേദികളാണ് അല്ലെ. 2026 നിങ്ങളുടെ കയ്യിൽ അഡ്വൈസ് മെമ്മോ ഒക്കെ വരുന്ന ഒരു വർഷം കൂടിയാണ്. 28 നിങ്ങൾ സർവീസിൽ ഇരിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ മുമ്പേ പറഞ്ഞു 26 നിങ്ങളുടെ കയ്യിൽ അഡ്വൈസ് മെമ്മോ ഉണ്ടായിരിക്കണം. 2026 ഇന്ത്യയും ശ്രീലങ്കയിലുമാണ് നടക്കുന്നത് അല്ലെ. ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഇന്ത്യ ശ്രീലങ്ക T20 നടക്കുന്നു. ഒന്ന് പോയി കാണുക. ശ്രീലങ്കയിലൊക്കെ പോയി ഒന്ന് കളിയൊക്കെ കാണുക. ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒക്കെ പോയി ഒന്ന് കളിയൊക്കെ കാണുക കേട്ടോ. 28 ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലുമാണ്. 28 ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലുമാണ്. 28 ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ. 30 3 രാജ്യങ്ങളിലുണ്ട്. ഇംഗ്ലണ്ട്, അയർലാൻഡ്, സ്കോട്ട്ലാൻഡ്. ഇംഗ്ലണ്ട്, അയർലാൻഡ്, സ്കോട്ട്ലാൻഡ്. നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചായിരുന്നു. ഇംഗ്ലണ്ട്, അയർലാൻഡ്, സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്നത് 2028 യുവേഫ യൂറോ കപ്പിന്റെ വേദിയാണ്
അവിടെ നമ്മൾ വെയിൽസ് എന്ന് പറഞ്ഞ രാജ്യത്ത് കൂടി പഠിച്ചു. ഇത് 2030 കഥയാണ്. ഇത് 2030 T20 ക്രിക്കറ്റ് ആണ്. T20 ക്രിക്കറ്റ് അത് നമ്മൾ നടത്തുന്നത് ഇംഗ്ലണ്ട്, അയർലാൻഡ്, സ്കോട്ട്ലാൻഡിലാണ്. വേണമെങ്കിൽ ഉൾപ്പെടാത്ത രാജ്യം PSCക്ക് നമ്മളോട് ചോദിക്കാം. ഉൾപ്പെടാത്ത രാജ്യം ഏത് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, PSCക്ക് നമ്മളോട് ചോദിക്കാവുന്നതാണ്. യാതൊരു സംശയം വേണ്ട, അങ്ങനെ ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. യാതൊരു മാറ്റം വേണ്ട. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താൻ, 2024 നടന്ന വനിതാ പ്രീമിയർ ലീഗാണ് ക്രിക്കറ്റ്. 2024 നടന്ന വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റാണ്. 2024 നടന്ന വനിതാ പ്രീമിയർ ലീഗ് രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റും കൂടിയാണ് അല്ലേ. സോ രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ആര് വിജയി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. RCB വിജയിക്കുന്നു അല്ലെ. RCB ആണ് രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് വിജയി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. ആരെ തോൽപ്പിക്കുന്നു? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിക്കുന്നു. ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ചുകൊണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രണ്ടാമത് എന്ത് ചെയ്യുന്നതാണ്? വനിതാ പ്രീമിയർ ക്രിക്കറ്റ് വിജയി നേടുന്നു. ക്യാപ്റ്റൻ ആയിരിക്കുന്നത് സ്മൃതി മന്ദാനയായിരുന്നു. വനിതാ പ്രീമിയർ ലീഗിന്റെ ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയായിരുന്നു. ഫൈനലിലെ വേദിയാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ന്യൂഡൽഹിയിലായിരുന്നു അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം അല്ലെ. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് മുംബൈയാണ് കൊണ്ടുപോയത്. ഇപ്പൊ രണ്ടാമത് കഴിഞ്ഞു 2024 ആര് വിജയിച്ചിരിക്കുകയാണ്? അവിടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് വിജയിച്ചു എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് 1-2 കാര്യങ്ങളാണെന്ന് പെട്ടെന്ന് ചർച്ച ചെയ്തിട്ട് പോയത്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു, ഒന്ന് കമന്റ് ചെയ്തേക്കുക. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമ്മുടെ മലയാളിയായിരിക്കുന്ന സഞ്ജു സാംസൺ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി നേടിയിരിക്കുന്നത് ഏത് രാജ്യത്തിനെതിരെയാണ് എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.